സക്സസ്ഫുൾ യൂട്യൂബർ ആകാനുള്ള ശരിയായ രീതി, യൂട്യൂബ് ചാനൽ വിജയിപ്പിക്കാം, ഹൗ ടു ബിക്കം എ യൂട്യൂബർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന വീഡിയോ യൂട്യൂബിലൂടെ ധാരാളം പേര് വന്നിട്ട് ക്രിയേറ്റേഴ്സായിട്ട് കടന്നു വരുന്നുണ്ട്. അപ്പോൾ പലർക്കും ഇതിനെപ്പറ്റി ഒരു കാര്യവും അറിയില്ല എന്ന് പറഞ്ഞാണ് കടന്നു വരുന്നത്. A to Z ഒരു കാര്യവും അവർക്ക് അറിയില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, യൂട്യൂബിനെ കുറിച്ചുള്ള ധാരാളം വീഡിയോസും നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇതിലേക്ക് കടന്നു വരാൻ. അപ്പോൾ ചാനലിലേക്ക് വന്ന പല വീഡിയോസും നോക്കിയാലും കൺഫ്യൂഷനാണ് പലർക്കും. അപ്പോൾ യൂട്യൂബ് അതിൽ പ്രവർത്തിക്കുന്നവരും വരാൻ ആഗ്രഹിക്കുന്നവരും ഇതിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. യൂട്യൂബിൽ വന്ന് സക്സസ്ഫുൾ ആകണം, ഇതിനു വേണ്ടി ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം വർക്കായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളുടെ അറിവുകൾ പകർന്നു കൊടുക്കണം, ഇല്ലെങ്കിൽ അവരുമായിട്ട് പങ്കിടണം, ഇങ്ങനെ ധാരാളം ആഗ്രഹങ്ങൾ ഉള്ളവരാണ് യൂട്യൂബിലേക്ക് വരുന്നത്. അപ്പോൾ തീർച്ചയായും ഇത് ഒരു മികച്ച പ്ലാറ്റ്ഫോം തന്നെയാണ്. അതിനായിട്ട് നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടാൽ നമ്മൾക്ക് നല്ല ഏർണിങ്സും കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കണ്ടൻറ് ഇട്ടാൽ അത് ഫോളോ ചെയ്ത് ഇഷ്ടപ്പെടുന്ന ഫാമിലി മെമ്പേഴ്സ് വന്നിട്ട് നമ്മുടെ ഏർണിങ്സ് നമ്മൾക്ക് വർദ്ധിപ്പിക്കാം. അപ്പോൾ ഇതിനൊക്കെ നമ്മൾക്ക് എന്താ വേണ്ടത്? നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാകണം. വിജയിക്കാനായി നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. അപ്പോൾ യൂട്യൂബിൽ വിജയിക്കണം എന്ന് വിചാരിച്ചാണ് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നത്, അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്കൊരു മോട്ടിവേഷൻ ലഭിക്കണം. അപ്പോൾ മോട്ടിവേഷൻ ലഭിച്ചാൽ നമ്മൾക്ക് ഏതൊരു പ്രവൃത്തിയും നമ്മൾ സക്സസ്ഫുള്ളായിട്ട് വിജയിക്കൂ. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്നും തോന്നും, അതായത് നമ്മളിങ്ങനെ ചെയ്താൽ എന്തായിരിക്കും, ഇത് നല്ലൊരു കാര്യമല്ലേ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ വന്ന് 4 പേരോട് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ എന്താ നടക്കുന്നത്, അവരെന്താണ് ഇതിനെപ്പറ്റി നമ്മളോട് പറയാൻ പോകുന്നത്? പലരും പറയും, ഇതിലേക്കൊക്കെ പോകുകയേ വേണ്ട, പിന്നെ ഇതൊന്നും നടക്കാത്ത കാര്യമാണ്. ഒരാൾ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് പറയില്ല, ഇതൊക്കെ വേണ്ടാത്ത ജോലിയാണ്, ഈ പണിക്കൊന്നും പോവാതിരിക്കുകയാണ് നല്ലത്. പിന്നെ ചിലപ്പോൾ വളരെ അപൂർവമായി നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഒറ്റപ്പെട്ട ഒരു സുഹൃത്തോ നമ്മൾ നന്നായിട്ട് വിജയിച്ച് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ല, നമ്മളെപ്പറ്റി നന്നായി അറിഞ്ഞിട്ടുള്ളൊരു വഴികാട്ടി ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വിജയിക്കും. അപ്പോൾ അവർക്ക് വിജയിക്കാനാണ്, ഇല്ല ഇവർ ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യാതെ മോട്ടിവേറ്റ് ചെയ്താൽ ഇവരും നന്നായിട്ട് പോകും എന്ന് ആരും തന്നെ വിചാരിക്കില്ല. ഇപ്പോൾ ഒരു വ്യക്തി വന്നിട്ട് ഒരു ഒന്നുമില്ലായ്മയിൽ നിൽക്കുന്ന ആളായിരിക്കും, അവർക്ക് തോൽവി സംഭവിച്ചാലും ഒന്നും വരാനില്ല. അപ്പോൾ അവർക്ക് വിജയിക്കണം എന്ന് അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മോട്ടിവേഷൻ കിട്ടാനാണ് പലരും ഇതൊക്കെ വന്നിട്ട് കാണുന്നത്. അപ്പോൾ ആ വിജയത്തിൻ്റെ വലിയൊരു ഘടകം വന്നിട്ട് നമ്മളായിട്ട് മാറിക്കഴിഞ്ഞാൽ ഇതിൽ പരം നമ്മൾക്ക് സന്തോഷിക്കാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ ആദ്യം നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ കാറ്റഗറി ശ്രദ്ധിക്കണം. അപ്പോൾ ചില കണ്ടൻറ്റൊക്കെ നോക്കിയാൽ നല്ല റീച്ചൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതുപോലെ ചെയ്താൽ നമ്മൾക്കും നന്നായിട്ട് വിജയിക്കാം എന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന 2 കാര്യങ്ങൾ എപ്പോഴും എന്താണ്? ഒന്ന് റീച്ചും വേറൊന്ന് ക്യാഷും. ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഒരു നല്ല കണ്ടൻറ്റ് നിലനിർത്തിക്കൊണ്ട് നമ്മൾക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ എഡ്യൂക്കേഷൻ എന്നുള്ള കാറ്റഗറി ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഞാനൊരു നല്ല ടീച്ചറാണ്, എനിക്ക് ഇംഗ്ലീഷ് വളരെ നന്നായിട്ട് പഠിപ്പിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല കഴിവുകൾ വെച്ചിട്ട് ഏതെങ്കിലും കൊടുത്ത് കഴിഞ്ഞാൽ, നല്ലൊരു കണ്ടൻറ്റ് കൊടുക്കാൻ കഴിഞ്ഞാൽ, അപ്പോൾ ആദ്യമൊക്കെ വ്യൂസ് വളരെ കുറവായിരിക്കും. പക്ഷെ മുമ്പോട്ട് പോയാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ തുക നമുക്ക് എന്തായാലും യൂട്യൂബിൽ നിന്നും ഏർണിങ്സ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഈ വിഷയത്തിനെ പറ്റി എന്ത് സംശയം കമൻറ്റിൽ ആര് ചോദിച്ചാലും ആര് വന്നാലും നമ്മൾക്കതിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളെക്കൊണ്ട് എത്തിപ്പിടിക്കാൻ പറ്റാത്ത വളരെ പ്രയാസമുള്ളൊരു കണ്ടൻറ്റ് അതിലേക്ക് പോയി അതുമായിട്ട് മുമ്പോട്ട് പോയാൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് നേരെ ചൊവ്വേ അവരോട് ഒരു മറുപടി പോലും പറയാനുള്ള അറിവുണ്ടായിരിക്കില്ല, ഒരു റിപ്ലൈ പോലും കൊടുക്കാൻ സാധിക്കാതെ നമ്മൾ ഇരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എങ്ങനെയുള്ള കണ്ടൻറ്റാണ് നമ്മൾ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി കൊടുക്കേണ്ടത് എന്ന് നമ്മൾ ആദ്യം
ചിന്തിക്കുക. അതായത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ കണ്ടൻറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ആ കണ്ടൻറ്റിനെ പറ്റി നല്ലൊരു നോളജ് ഉണ്ടാകണം അല്ലേ. അപ്പോൾ നമ്മൾക്ക് അറിയാവുന്ന കാര്യം നമ്മൾക്ക് അവർക്ക് കൊടുത്തിട്ട് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പം ഈ കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക. അറിവുള്ള കാര്യങ്ങൾ നമ്മൾക്ക് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനും നമ്മൾക്കറിയാവുന്ന കണ്ടൻറ്റിനെ കുറിച്ച് വീഡിയോ എടുക്കാനും എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു ക്രിയേറ്ററും 6 മാസത്തിനകം ഒന്നും പ്രതീക്ഷിക്കാനേ പാടില്ല. 6 മാസം കൊണ്ട് പലരും വിചാരിക്കാൻ നമ്മൾക്കിപ്പോൾ നല്ല റീച്ച് കിട്ടും, നമുക്ക് നല്ല സബ് കിട്ടും, നമ്മൾ വളർന്ന് നമുക്കിതാ പ്ലേ ബട്ടൺ നമ്മളിപ്പോൾ അന്വേഷിച്ച് നമ്മളെ തേടി വരാൻ പോകുന്നുണ്ട് എന്നൊക്കെ ആരും വിചാരിക്കരുത്. അപ്പോൾ നമ്മളുടെ അതിര് കടന്ന് അല്ലെങ്കിൽ അമിത പ്രതീക്ഷയോട് കൂടി ഇത് വന്നിട്ട് നമ്മൾ പെട്ടെന്ന് വളരെ മോണിറ്റൈസേഷൻ ആകും, കാശൊക്കെ വരാൻ തുടങ്ങും എന്നൊക്കെ നമ്മൾ ചിന്തിക്കരുത്. അപ്പോൾ നമ്മൾ എന്താണ് കണ്ടൻറ്റ് കൊടുക്കുന്നത് അത് നല്ല രീതിയിൽ കൊടുത്തുകൊണ്ടിരിക്കുക. ചിലപ്പോൾ നമ്മൾക്ക് ആദ്യം ഒരു 20-30 വ്യൂസൊക്കെ ആയിരിക്കും കിട്ടുക. പക്ഷേ എന്ത് തന്നെ വന്നാലും നമ്മൾ കൺസിസ്റ്റൻസി വിടാതെ ഈ കണ്ടൻറ്റ് ഇട്ടുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ വ്യൂസ്, വാച്ച് ടൈം, ഏർണിങ്സ് ഇതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ കണ്ടൻറ്റ് ഇടാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വന്നാൽ നമ്മൾക്ക് കണ്ടൻറ്റിൽ ഒരു ആത്മാർത്ഥതയും കാണുന്നില്ല. കൊടുക്കുന്ന കണ്ടൻറ്റ് അടിപൊളി ആക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് തുടക്കത്തിലൊന്നും നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ മൊബൈലൊക്കെ ആദ്യമേ ട്രൈപോഡ് സ്റ്റാൻഡോ അങ്ങനെ ഒന്നും കാണില്ല. മൊബൈലൊക്കെ കയ്യിൽ പിടിച്ചിട്ട് ഈ പേടിച്ചിങ്ങനെ വരച്ച് മൊബൈലൊക്കെ ഇങ്ങനെ ആടി നിൽക്കുമ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ വീഡിയോസ് എടുക്കുന്നത്. പിന്നെ തൊണ്ടയൊക്കെ ഇടറി സൗണ്ടൊന്നും നേരെ വരാതെ വോയിസിന് വോളിയമോ ഒന്നും ഇല്ലാതെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടോ ഇല്ലെങ്കിൽ നമ്മൾക്ക് ലൈറ്റിങ്ങോ ഇതൊന്നും ശരിയാക്കാതെ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ആദ്യം എടുക്കുന്നത്. പക്ഷേ ഇതെല്ലാം ശരിയാകുന്ന ഒരു നാൾ വരും. അപ്പോൾ നമ്മൾ എപ്പോഴും എന്താ ചിന്തിക്കേണ്ടത്, നമ്മളുടെ വീഡിയോസിൽ എങ്ങനെ നമ്മൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. അപ്പം എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ വീഡിയോസിന് സമാനമായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന പല വലിയ ക്രിയേറ്റേഴ്സും കാണുമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഒരു 3 ക്രിയേറ്റേഴ്സ്, വലിയ ക്രിയേറ്റേഴ്സിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് അവരുടെ വീഡിയോയിൽ പോയിട്ട് അവരെങ്ങനെയാണ് ഇതൊക്കെ അവതരിപ്പിക്കുന്നത്, ഏത് രീതിയിലാണ് അവർ നമ്മളെ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, എന്തൊക്കെയാണ് അവർ ഉപയോഗിക്കുന്ന ടെക്നീക്ക്, അതൊക്കെ നമ്മൾ ആദ്യം കണ്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇതുപോലെ എന്തൊക്കെയാണ് നമ്മളുടെ തെറ്റുകുറ്റങ്ങൾ, നമ്മളുടെ കണ്ടൻറ്റ് ഇതുപോലെ എങ്ങനെ നമുക്ക് നന്നാക്കിയെടുക്കാം എന്നൊക്കെ നന്നായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെയുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ തന്നെ നമ്മളുടെ ഒരു നല്ലൊരു മോട്ടിവേറ്റർ ആകണം. അപ്പോൾ നമ്മൾ അടുത്തവർ വന്നിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിട്ട് താങ്കളുടെ വീഡിയോ അടിപൊളിയാണ്, ഞാനിത് എല്ലാം ഇരുന്ന് കണ്ടു, എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തു, അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ട് നമ്മളോട് വരില്ല. അപ്പോൾ നമ്മൾ തന്നെ നല്ലൊരു മോട്ടിവേറ്റർ ആകാനായിട്ട് പഠിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾക്കൊരു നല്ലൊരു മോട്ടിവേറ്റർ ആകണമെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള ധാരാളം മോട്ടിവേഷൻ വീഡിയോസ് നമ്മൾ കാണണം. പിന്നെ നമ്മളെക്കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. അപ്പോൾ എനിക്കിപ്പോൾ ലക്ഷക്കണക്കിന് കടമുണ്ട്, എനിക്കൊരു ബാധ്യതയുണ്ട്, ഞാൻ എന്തിനാണ് ഈ ലോകത്തിലോട്ടൊക്കെ വന്നത് എന്ന് ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ചിന്തിച്ച് വിഷമിച്ചുകൊണ്ടിരുന്നാലും നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമോ? ഒരിക്കലുമില്ല. എന്നെക്കൊണ്ട് നിഷ്പ്രയാസം ഇതൊക്കെ ചെയ്യാനായിട്ട് എനിക്കിത് നേടാൻ കഴിയും, ഞാൻ മനസ്സിൽ വിചാരിച്ചാൽ ഇതൊക്കെ നടക്കും എന്നുള്ളൊരു ചിന്ത നമ്മളുടെ ഉള്ളിൽ ഉണ്ടായാൽ മാത്രമേ നമ്മൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതൊരു പ്ലാറ്റ്ഫോമിലും പോലെ ഇവിടെയും വളരെയധികം കോമ്പറ്റീഷനൊക്കെ ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ധാരാളം യൂട്യൂബേഴ്സും ക്രിയേറ്റേഴ്സും ഇവിടെ വരാറുണ്ട്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ. അപ്പം ആർക്കാണോ നന്നായിട്ട് ഇതിലൊക്കെ അതായത് മോശമായിട്ടുള്ള കമൻറ്റ് വരാം, നമുക്ക് വ്യൂസ് വരാതിരിക്കാം, പല കടമകളും നമ്മൾക്ക് കടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതൊന്നും കണ്ടിട്ട് നമ്മൾ പതറാതെ ധൈര്യമായിട്ട് തന്നെ മുമ്പോട്ട് പോകുക. അപ്പോൾ ഇതൊക്കെ വന്നിട്ട് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. ചിലപ്പോൾ നമുക്ക് പെട്ടെന്നായിരിക്കും ഏതെങ്കിലും നമ്മുടെ 1-2 വീഡിയോസൊക്കെ വൈറലായി കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് നല്ല രീതിയിൽ മുമ്പോട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ആദ്യമേ നടക്കുന്നുള്ളൊരു പ്രതീക്ഷയൊന്നും മനസ്സിൽ വയ്ക്കാതെ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് അത് മനസ്സിലാക്കുക. എപ്പോഴും കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 2 ദിവസം ചെയ്തു എന്ന് എത്തി നോക്കുമ്പോൾ അയ്യോ ഇത് 30 പേരേ ഉള്ളൂ, 100 പേരേ ഉള്ളൂ, ഇതൊക്കെ നിർത്തിയിട്ട് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും തുടങ്ങിപ്പോയല്ലോ, എല്ലാവരോടും പറഞ്ഞും പോയി. അപ്പോൾ അതിനായിട്ട് വല്ലപ്പോഴും നമുക്ക് ഒരു 2-3 വീഡിയോസൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് മുമ്പോട്ട് പോവാം. അപ്പോൾ ഇങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കാതെ കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് മുമ്പോട്ട് പോവുക. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നല്ല കണ്ടൻറ്റ് നിങ്ങൾ ആലോചിക്കുക, ഇരുന്ന് ചിന്തിക്കുക. അതുപോലെ ഞാൻ മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള പോലെ നിങ്ങൾ സ്ക്രിപ്റ്റ് പോലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആയിട്ടുള്ളതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്ലുവൻ്റായിട്ട് പറയാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കിയൊന്നും വായിക്കേണ്ട, നിങ്ങൾക്ക് പോയിൻറ്റ്സിൽ ഇടയ്ക്കിടയ്ക്ക് റെഫർ ചെയ്താൽ നമുക്ക്
നമ്മളുടെ മനസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം കുറച്ച് ദിവസങ്ങളിലൊക്കെ ഈ പ്രശ്നങ്ങൾ പുതുതായിട്ട് തുടങ്ങിയവർക്ക് ഉണ്ടാവുള്ളൂ. നിങ്ങൾ പോകെ പോകെ കാര്യങ്ങളെല്ലാം പഠിച്ചു വരും, നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്കും നന്നായിട്ട് മുന്നേറാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും നല്ല ക്ഷമയും വേണം, നല്ല കഠിനാധ്വാനം. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ കൈമുതലായിട്ട് ഉണ്ടാക്കണം. പിന്നെ ആത്മാർത്ഥമായിട്ട് നമ്മളുടെ വർക്കിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ അതുപോലെ എന്തായാലും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വിജയം ഉറപ്പായിട്ട് ഒരു ദിവസം നമ്മൾക്ക് ഉണ്ടാകും എന്ന് പോസിറ്റീവ് തോട്ട്സോടുകൂടി മുമ്പോട്ട് പോവുക. അപ്പോൾ എന്ന് ഞാൻ പറയുന്നത് പോലെ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുക. അപ്പോൾ കുറേ ഫ്രണ്ട്സും എൻ്റെ ഫാമിലി മെമ്പേഴ്സും ഒക്കെ എന്നോട് നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ മോട്ടിവേറ്റ് ചെയ്തത് പിന്നെ ഒരു ധാരാളം പേര് ലൈവിലൊക്കെ വരാൻ തുടങ്ങി. അവർക്ക് നല്ല രീതിയിൽ, തുടക്കക്കാർക്ക് ഉള്ള രീതിയിൽ നല്ല രീതിയിൽ വ്യൂസൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നന്നായിട്ട് അവർ വീഡിയോസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിലൊക്കെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ട് എനിക്ക് വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ട് എൻകറേജിംഗ് ആയിട്ടുള്ള കമൻസൊക്കെ ധാരാളം ഫാമിലി മെമ്പേഴ്സ് എനിക്ക് അയക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം, എനിക്ക് കിട്ടുന്ന മോട്ടിവേഷൻ നിങ്ങളിൽ കൂടെ. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തുടർന്നും എൻ്റെ വീഡിയോസ് കാണുക. ഇന്ന് രാവിലെ 9 മണിക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫാമിലിയും കൂട്ടുകാരും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.